അടിപൊളി. അസ്പയറിംഗ് സിനിമാറ്റോഗ്രാഫേഴ്സിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം, അത് നോട്ട് ചെയ്തോ. ഒരു നല്ല സിനിമാറ്റോഗ്രാഫർ എപ്പോഴും ക്രിയേറ്റീവ്ലി ചിന്തിക്കുന്ന ഒരാളായിരിക്കണം. ഞാനിങ്ങനെ പറയാൻ കാരണം, എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ കാലത്തിൻ്റെ ഒപ്പം അപ്ഡേറ്റ് ആവുന്നവർക്കാണ് സിനിമ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കുറച്ചുകൂടി നല്ല സാധ്യത ഉണ്ടാകുന്നത്. കാരണം സിനിമ മാറിക്കൊണ്ടിരിക്കും. സ്റ്റാൻലി കുബ്രിക്കും അദ്ദേഹത്തിൻ്റെ സിനിമാറ്റോഗ്രാഫർ ജോൺ ആൽക്കോട്ടും കൂടെ ബാരി ലണ്ടൻ എന്ന് പറയുന്ന ചിത്രത്തിൽ രാത്രി സീൻ എടുത്തത് കേവലം മെഴുകുതിരികളുടെ വെളിച്ചത്തിലാണ്. ഇതിനുവേണ്ടി അവർ ഒരു സ്പെഷ്യൽ ലെൻസ് നാസയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. അവരുടെ ടാലൻറ്റ് എത്രത്തോളം ഉണ്ടെന്ന് ആ ഒരു ഷോട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ കോൺസെപ്റ്റുകൾ പരീക്ഷിക്കാൻ ഒരു നല്ല സിനിമാറ്റോഗ്രാഫർക്ക് സാധിക്കും. ഒരു ഷോട്ട് വെക്കുമ്പോൾ ഒന്നുകിൽ ഫ്രെയിം മൂവിങ് ആയിരിക്കണം, അതല്ല ഇനി സ്റ്റാറ്റിക് ഷോട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ്രെയിമിനുള്ളിൽ ഒരു വസ്തു മൂവിങ് ആയിരിക്കണം. ഇതൊരു റൂളൊന്നുമല്ല, എന്നാലും ഓഡിയൻസ് എൻഗേജിങ് ആയിട്ടിരിക്കണമെങ്കിൽ ഫ്രെയിമിൽ ഒരു മൂവ്മെൻ്റ് ഒക്കെ വന്നാൽ നന്നായിരിക്കും. ലെൻസിൻ്റെ കാര്യത്തിൽ അറിവുണ്ടായിരിക്കണം. അവിടെയും പരീക്ഷണങ്ങളാവാം. അതായത് 21mm വെച്ച് വൈഡും 85mm വെച്ച് ക്ലോസപ്പ് മാത്രമേ എടുക്കാവൂ എന്ന് യാതൊരു വിധ നിർബന്ധവുമില്ല. വൈഡ് ലെൻസ് ഉപയോഗിച്ച് ക്ലോസപ്പ് ഷോട്ടുകൾ എടുക്കുന്നതും ഒരു പരീക്ഷണം തന്നെയാണ്. ക്യാമറയെക്കുറിച്ചും അറിവുണ്ടായിരിക്കണം. ഏത് ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്, എന്താണ് അതിൻ്റെ പ്രത്യേകത, എന്തെല്ലാം സെറ്റിംഗ്സ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം അപ്ഡേറ്റ്സ് ആണ് അതിലുള്ളത്, ഇതിനെക്കുറിച്ച് അറിവുള്ളത് ഫിലിം മേക്കിങ്ങിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. സ്ക്രിപ്റ്റ് മനസ്സിലാക്കുക. ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ ആ സിനിമയുടെ പൾസ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഷോട്ട് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു സിനിമാറ്റോഗ്രാഫർ എന്ന നിലയിൽ അത് നിങ്ങളുടെ വിജയമായിരിക്കും. കാരണം നിങ്ങൾ എത്രത്തോളം സ്ക്രിപ്റ്റ് മനസ്സിലാക്കുന്നുവോ അത്രത്തോളം നന്നായിട്ട് നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ക്യാമറ ക്രൂ ആയാലും ലൈറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയാലും സിനിമാറ്റോഗ്രാഫറിന്റെ ലീഡർഷിപ്പിലാണ് പ്രവർത്തിക്കുന്നത്. സിനിമാറ്റോഗ്രാഫി അത്യാവശ്യം ചലഞ്ചിങ് ആയ ഒരു റോൾ തന്നെയാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് ഷോട്ട് സെറ്റ് ചെയ്യാനും ലൈറ്റ് സെറ്റ് ചെയ്യാനും എല്ലാം പഠിച്ചിരിക്കണം. അതുമാത്രമല്ല ഔട്ട്ഡോർ ഷൂട്ട് പോകുന്ന സമയത്ത് ലൈറ്റ് വ്യത്യാസങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഫ്രെയിമിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ അറിഞ്ഞിരിക്കണം. കോളേജിൽ പഠിക്കാൻ സാധിക്കാതിരുന്ന ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിനായിട്ട് ഡു ഫോളോ സഫ്ര.